കൊള്ളായിരുന്നു, നല്ല മൂവിയായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആക്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ആക്ടിങ് നന്നായിട്ടുണ്ടായിരുന്നു. കാര്യം പുള്ളി കുറേ കാലമായിട്ട് ഈ മൂവിയിൽ നിന്നൊരു നല്ലൊരു തിരിച്ചു വരവെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു മൂവി പറയാം. അത്ര നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയം പറയുകയാണെങ്കിൽ ശരിക്കും പുള്ളിക്കാരൻ പണ്ട് കാലങ്ങളിൽ ചെയ്ത പോലെ അല്ലെങ്കിലും ഒരു മൂവി സെലക്ഷനൊക്കെ പറയുകയാണെങ്കിൽ മൂവിയുടെ ഓവറോൾ കഥ നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ഒരു വയലൻസ് കഴിഞ്ഞിട്ടുള്ളൊരു ഇമോഷണൽ സീനുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും നമ്മൾ കണ്ണൊക്കെ നിറഞ്ഞ്. സിനിമ തുടങ്ങിയ മുതൽ അവസാനം വരെ കുറച്ചൊരു അതിനാടകീയമായ രീതിയിലാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. അത് പതുത്ത് പറയേണ്ടത് എൻ്റെ സംഭാഷണങ്ങളാണ്. ഒരു നാടകീയത, ഒരു എക്സ്ട്രീം നാടകീയത. ഞാനൊരു നാടകത്തിലെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അതിന് തിരക്കഥ ചെയ്യുന്നവരെ മോശമായിട്ട് പറയുന്നതല്ല. കാരണം നമ്മളിപ്പം ഒരു ലൈവ് പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അത്രയും ചെയ്യുന്നത്. പക്ഷേ സിനിമയിൽ അങ്ങനെയല്ലല്ലോ. അപ്പോൾ സിനിമയിൽ കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ അതിൽ എല്ലാ നടീനടൻ വരും. കാരണം ഈ സിനിമയിൽ ഒത്തിരി സിനിമകളിൽ കാണുന്ന അതേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നടീനടന്മാർ തന്നെയാണ് ഈ സിനിമയിൽ കാണുന്നത്. പക്ഷെ അവർക്ക് എന്തോ പറ്റി. കാരണം എന്തുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു നാടകീയമായ രീതിയിലുള്ള ഒരു ശൈലി വന്നു. ഇനിയിപ്പോൾ അവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു ചെയ്തതാണെന്ന് എനിക്ക് അറിയത്തില്ല. എടുത്തു പറയേണ്ടത് പ്രണീത സുഭാഷ് എന്ന നടി. അവർ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നടിയാണ്. പക്ഷെ പല സീനുകളിലും അവരുടെ ഒരു എക്സ്പ്രഷൻസ് അതാണെങ്കിൽ അവർ ഡയലോഗുമായിട്ടൊന്നും കോപ്പപ്പ് ചെയ്ത് പോകുന്നില്ല. എന്തോ ഒരു മിസ്മാച്ച്, അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് ശരിയായ രീതിയിൽ ഡയലോഗ് അവർക്ക് പറഞ്ഞു കൊടുക്കാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒത്തിരി സിദ്ധിക്കുന്നുള്ളൊരു നടൻ. കാരണം അദ്ദേഹം എന്തായാലും നമുക്കറിയാം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു നടനാണ്. എന്ത് കൊടുത്താലും പുള്ളിക്കാരൻ പുള്ളിയുടെ കാര്യത്തില്ല. പുള്ളി മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഒരു സ്വാഭാവികമായിട്ട് അവർ അഭിനയം കാഴ്ചവെച്ചായിട്ട് തോന്നിയത്. ബാക്കി എല്ലാവരുടെ ഭാഗത്തുനിന്ന്. പിന്നെ സിനിമയുടെ കഥ ഇതിൽ നടന്നൊരു സംഭവമാണ്. ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫാമിലി കൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലി ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സംഭവം നടക്കുന്നു. ഇതാണ് ഒരു സിനിമയുടെ ഒരു. പിന്നെ അതിനുശേഷം നടത്തുന്ന കുറച്ച് റിവെഞ്ച് പാർട്ട്. ഒരിക്കൽ നമുക്ക് തുടക്കം മുതൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു കഥ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്, ഇനി എന്തായിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് തരാനായിട്ട് തോന്നിയില്ല സിനിമയിലുടനീളം. നമുക്കറിയാം ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഇദ്ദേഹം കുറച്ച് മാസ് കാണിക്കാൻ വേണ്ടി കുറച്ച് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ശ്രമം നടത്തുന്നത് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് സീൻസ് ഉണ്ട്. പക്ഷെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. പുള്ളി ചെയ്തത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ പുള്ളി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമുക്കൊരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് എനിക്ക് അത് പറ്റിയില്ല. പിന്നെ ഒരു ദിലീപിന്റെ സിനിമകളൊക്കെ കണ്ടുവളർന്നുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നമ്മൾ മനസ്സെന്തെങ്കിലും ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ദിലീപിന്റെ പഴയ സിനിമകൾ പോയി കാണുന്ന ഒരു വ്യക്തി എന്നുള്ള കൂടെ നിലയ്ക്ക് ഒരു സിനിമകളെ കാണുമ്പോൾ വിഷമമുണ്ട്, കുറച്ച് ഒരു ഇതുണ്ട്. കാരണം പുള്ളി ഇനി അടുത്ത സിനിമയിലെങ്കിലും ഒരു നല്ലൊരു പെർഫോമൻസ്. ഇതിനകത്ത് പുള്ളി മോശമായിട്ട് പെർഫോം ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പക്ഷെ അത് അങ്ങനെയാണ്. നമ്മൾ ചില സിനിമകളാണല്ലോ, ചില നടന്മാർ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, എല്ലാം ചെയ്യും. പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ അവർക്ക് സംഭാഷണങ്ങൾ അതെല്ലാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു വിഷമമുണ്ട്. ഒരു ദിലീപിന്റെ സിനിമകളെ പണ്ട് ഒത്തിരി കണ്ട് ഇപ്പോഴും കാണാൻ ഇഷ്ടപ്പെടുന്നുള്ള രീതിയിൽ ഉണ്ട്.